ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ രാഹുലിനെയും വിക്രത്തിനെയും കാണിക്കുകയാണ്. അവര് സെല്ലിൻ്റെ അകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാഹുലിനോടായിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, അവൻ ഇത്രയും ദിവസമായിട്ടും പരോളിൽ പോയിട്ട് തിരികെ വന്നില്ലല്ലോ, ആ മനോഹറെ എന്നിങ്ങനെ പറയുകയാണ്. അവൻ തിരികെ വന്നിട്ടില്ല. എന്തായാലും എൻ്റെ മോള് അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നുണ്ട്. അവൻ എൻ്റെ മോളെ ജീവിതത്തിൽ നിന്നും പോയി. ഇനിയിപ്പോൾ അവനക്ക് ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്. അവരുടെ ഒന്നും പിന്നാലെ പോവാതെ ഇപ്പോൾ എൻ്റെ പേരക്കുഞ്ഞിൻ്റെ പിറകെയാണ് അവൻ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ഈ ഗംഗേട്ടൻ പുറത്തു പോയത് നമുക്കൊക്കെ അടിയായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മനോഹറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാമായിരുന്നു എന്ന് രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ അല്ല, ഒരു നിലയ്ക്ക് പുറത്തു പോയത് നന്നായി. എന്തായാലും അവളുടെ വിവാഹം മുടങ്ങിയല്ലോ, ആ കല്യാണം കഴിക്കാൻ എന്ത് വന്നു കഴിഞ്ഞാലും അവളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു നിന്ന ഒരുത്തൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയല്ലോ. അതെന്തായാലും നമുക്കൊരു ആശ്വാസമായി. ഇനി എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ ആരും അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നമ്മുടെ ശത്രുക്കളെയൊക്കെ ഈ ഗംഗേട്ടൻ തീർക്കണം. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ എന്തായാലും ഉടനെ നടത്തിയിട്ട് ഗംഗേട്ടൻ ഈ ജയിലിലോട്ട് വന്നാൽ മതി എന്ന് ഇങ്ങനെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കല്യാണിയോട് കിരൺ ആയൊരു സത്യം പറയുകയാണ്. അതായത് മനോഹർ കുഞ്ഞുടുപ്പ് തന്നതും അത് സരയു അറിയാനിടയായതും ആ ഉടുപ്പ് കത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ. അവൻ എത്ര ആഗ്രഹിച്ചിട്ടായിരിക്കും തൻ്റെ കുഞ്ഞിനെ അങ്ങനെ 2 ഡ്രസ്സ് അവൻ എടുത്ത് തന്നത്. അത് അവൾ കത്തിച്ച് കളഞ്ഞത് ഭയങ്കര ഇതായിപ്പോയി എന്ന് പറയുന്നുണ്ട്. അല്ല കിരണേട്ടൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടല്ലേ ആയിരുന്നത്? അവൾ ആ വീട്ടിലുള്ളത് അറിയാവുന്നതല്ലേ? അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കായിരുന്നില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാൻ അത് കേൾക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും പറ്റാനുള്ളതൊക്കെ പറ്റി. ഇനിയിപ്പോൾ അവനോട് എന്ത് പറയും? അവനോട് തൽക്കാലം ഒന്നും പറയണ്ട, അവൻ അറിയണ്ട ഇങ്ങനെയൊരു സംഭവം നടന്നത്. അപ്പോൾ അവനക്ക് നല്ല മാറ്റമുണ്ട് കിരണേട്ട, അവൻ ആദ്യത്തെ പോലെ ഒന്നുമല്ല എന്ന് പറയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. അവൾ പിന്നെ നീ കുഞ്ഞിനെ ICUലേക്ക് കൊണ്ടുപോയ കാര്യവും ഞാൻ പറയുന്നത് അവൾ കേട്ടു, അത് അവൾ അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു നിലയ്ക്ക് അവൾക്ക് നമ്മളോടൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും. ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇനിയിപ്പോൾ അവൾ നമ്മുടെ കമ്പനിയിലെ ജോലിയൊക്കെ അവസാനിപ്പിക്കുമോ കിരണേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും അറിയില്ല എന്നിങ്ങനെ നമ്മുടെ കിരൺ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും കുഞ്ഞിനെ അവന് കാണാനുള്ള അർഹതയുണ്ട്. അവൻ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ജയിലിലോട്ട് തിരികെ പോകും. അവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറയാണ്. അതെ, ആ കുഞ്ഞെടുപ്പിട്ടിട്ട് അവൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു കല്യാണി. പക്ഷേ എനിക്ക് അതിന് സാധിച്ചില്ല. അവനോട് ഞാൻ ഇനി എന്താ പറയുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫോട്ടോയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എന്തായാലും അവനോട് സത്യം പറയേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിലും നമ്മുടെ കാർത്തികയ്ക്ക് ഫോൺ വരികയാണ് ദിലീപിൻ്റെ. അപ്പോൾ ലക്ഷ്മി അമ്മയും കൂടെയുണ്ട്. ആരാ മോളെ എന്ന് ചോദിക്കുകയാണ്. ദിലിച്ചേട്ടനാണ് അമ്മ എന്ന് പറയുന്നുണ്ട്. എടുക്കും മോളെ എന്ന് പറയാണ്. അങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് ദിലീപേട്ട എന്ന് പറയുന്നുണ്ട്. അതെ കാർത്തു, നാളെയാണ് അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. നാളെ കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മൾ 2 ഒന്നിക്കുന്ന ദിവസമാണ്. ആരും അറിയാതെയുള്ള ചടങ്ങ് എൻ്റെ ഭാര്യയായി നീ ആവുന്ന ദിവസം നാളെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാകുന്നൊരു ദിലീപേട്ട എന്ന് പറയാണ്. നീ പേടിക്കേണ്ട, അവനൊരുത്തനിപ്പോൾ സന്തോഷിക്കായിരിക്കും കല്യാണം നടക്കില്ല എന്ന് കരുതിയിട്ട്. അപ്പോഴേക്കും ദിലീപിൻ്റെ അരികിലേക്ക് ദിലീപിൻ്റെ അമ്മ വരികയാണ്. അമ്മ എൻ്റെ അരികിൽ നിൽക്കുന്നുണ്ട്, ഞാൻ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ കാർത്തു പറയാണ്, അയ്യോ ദിലീപേട്ട വേണ്ട, അമ്മയ്ക്ക് എന്നോട് എന്ന് പറയുമ്പോൾ, നീ പേടിക്കാതെ കാർത്തു, അമ്മ നിന്നോട് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ നേരെ ദിലീപിൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ മോളെ എന്ന് വിളിക്കുകയാണ് നല്ല സ്നേഹത്തോടു കൂടി. അപ്പോൾ കാർത്തു ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അമ്മേ എന്തായാലും മോളെ. അപ്പോൾ കാർത്തു പറയാണ്, ഈ കല്യാണം വേണ്ടാന്ന് ദിലീപേട്ടനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് അമ്മേ, പക്ഷെ ദിലീപേട്ടനാണ് കേൾക്കാത്തത് എന്ന് പറയുമ്പോൾ അവനക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തായാലും അവൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ്. എന്തിനു മോളെ, ഞാൻ ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ മോൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ ശത്രു അവനങ്ങനെ ജയിക്കാൻ വിടരുത്. മോളെന്തായാലും അവൻ്റെ പെണ്ണായി എൻ്റെ മരുമകളായും തന്നെ ഇങ്ങോട്ട് വരണം എന്നിങ്ങനെ പറഞ്ഞങ്ങനെ ആ അമ്മയുടെ നല്ല വാക്കുകൾ, സ്നേഹം നിറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കാർത്തികയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്.
അങ്ങനെ ഫോൺ വേഗം വീണ്ടും ദിലീപിന് കൊടുക്കുകയാണ്. അപ്പോൾ ദിലീപ് കേട്ടല്ലോ അമ്മ പറഞ്ഞത്, ഇനി ഒരു ടെൻഷനും വേണ്ട, ഇനി നമുക്ക് മറ്റന്നാൾ ഒന്നിക്കും, ഇനി അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ശരി ദിലീപേട്ട എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കാർത്തു ആ സന്തോഷ വാർത്ത തൻ്റെ അമ്മ ലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്. ദിലീപേട്ടൻ്റെ അമ്മ നല്ല സ്നേഹത്തോടു കൂടിയാണ് അമ്മ എന്നോട് സംസാരിച്ചത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുമ്പോൾ കല്യാണം ആദ്യം നടക്കട്ടെ, പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ശ്രദ്ധിക്കണം, കാരണം അവൻ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദിനെ കാണിക്കുകയാണ്. ഗംഗപ്രസാദും കൂട്ടരും ഒളിവിലാണ്. അപ്പോൾ ആ സമയത്ത് അവർ സംസാരിക്കുന്നുണ്ട്. അതെ, എന്തായാലും അവരുടെ കല്യാണം മുടങ്ങി, അതൊരു ആശ്വാസമാണ്. പിന്നെ അവളുടെ വീട്ടിൽ ആ ഏരിയയിൽ നമ്മളുടെ ആൾക്കാരുണ്ടാകണം, അവിടെ എന്താ നടക്കുന്നത്, അവിടെ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിരീക്ഷിക്കണം. നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല എന്നിങ്ങനെ അതിലൊരുത്തം പറയുമ്പോൾ, അതെ നമ്മൾ പോകണ്ട, പക്ഷേ എൻ്റെ പിള്ളേർ പുറത്തുണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി ആരെങ്കിലോടും എന്നിങ്ങനെ പറയുകയാണ്. അത് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ കാട്ടിലുള്ള ആ വേലും അമലും ഒക്കെ അവിടെ ഉണ്ടാവും, അവരൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുത്തിക്കൊല്ലും, അത്രയ്ക്ക് ദേഷ്യമുണ്ട് എന്നോട്. അതൊക്കെ അവരൊക്കെ ഒരു പക്ഷെ അവിടുന്ന് പോകാനും സാധ്യതയുണ്ട്, കാരണം കല്യാണം നടക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗംഗ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ഒരുത്തൻ പറയുകയാണ്, അതെ ഞാൻ ഈ ഇടയ്ക്ക് പുറത്തേക്ക് പോയപ്പോൾ നിങ്ങളുടെ കൂടെ ജയിലിലുണ്ടായ ആ ഒരുത്തനില്ലേ മനോഹർ എന്ന് പറയുന്ന, അന്ന് ന്യൂസിലൊക്കെ വന്നവൻ 60 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് പറ്റിച്ചു പോയവൻ, അവനെ കണ്ടായിരുന്നു, അവൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗ പറയാണ്, അവനെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് രക്ഷയാവും, കാരണം അവന് നമ്മളെപ്പോലെ ശക്തിയില്ല, അവന് ബുദ്ധിയുണ്ടെന്നല്ലേ, അവൻ എവിടെയും നുഴഞ്ഞു കയറി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് അവനക്ക് ഈ കല്യാണിയോടും കിരണിനോടൊക്കെ സ്നേഹമുണ്ട്, അത് ഞാൻ ജയിലിൽ വെച്ച് അറിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അവന് നമ്മളെ ഭാഗത്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ തന്നെയല്ല, അവനിനി തിരികെ ജയിലിലോട്ട് പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞങ്ങനെ അവരവരങ്ങനെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുവാണ്. സരയു തൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ കിരൺ അവൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്ത് കല്യാണിയെ വിളിക്കുകയാണ്. കല്യാണിയാണല്ലോ തൻ്റെ കുഞ്ഞിനെ ICUവിൽ കിടക്കുന്ന മനോഹരനെ കാണിക്കാൻ പോയത്. എന്നിട്ട് പറയുന്നുണ്ട്, എടി നിനക്ക് എന്താടി കല്യാണി, നിന്നോടല്ലേ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ അവനെ കാണിക്കരുത്, നീ ഞാനറിയാതെ കുഞ്ഞിനെ ICUവിൽ കാണിക്കാൻ കൊണ്ടുപോയില്ലേ അവനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് സരയു നീ വിചാരിക്കുന്ന പോലെയല്ല, അവന് നല്ല മാറ്റമുണ്ട് എന്ന് പറയണം. എന്ത് മാറ്റം, എനിക്കൊന്നും അറിയണ്ട, അവനെ എൻ്റെ ജീവിതം നശിപ്പിച്ചതാണ്, നിന്നോടൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, നിനക്കൊക്കെ ഇപ്പോൾ അവനോടല്ലേ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി തന്നെയാണ് നമ്മുടെ സരയു ഈ കല്യാണിയോട് പെരുമാറുന്നത്. അപ്പോൾ കല്യാണി മനോഹറിന് വേണ്ടി വാദിക്കുമ്പോഴും വളരെ ദേഷ്യത്തോടു കൂടി തന്നെ സരയു അതിനൊക്കെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രകാശിനെ കുറിച്ചൊക്കെ പറയണം, അയാൾ നിന്നെയൊക്കെ ഒരുപാട് വെറുത്തിരുന്നല്ലേ, ഇപ്പം നിന്നൊക്കെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ്, അപ്പോൾ അതുപോലെ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ കല്യാണി ചോദിക്കുന്നുണ്ട്. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും സരയു അത് അടങ്ങുന്നില്ല, അവൾ എതിർത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സരയിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കല്യാണിക്ക് ഒരു തളർച്ച പോലെ തോന്നുകയാണ്, ഒരു വിഷമം. അപ്പോൾ ആ സമയത്ത് കിരൺ വരികയാണ്. എന്ത് പറ്റി കല്യാണി, സരയു ആണ് വിളിച്ചത്, അവൾ എന്നോട് വളരെ മോശമായ രീതിയിലാണ് കിരണേട്ട സംസാരിച്ചത് എന്ന് പറയുന്നുണ്ട്. അവൾ മോശമായി സംസാരിക്കട്ടെ, നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് നമ്മൾക്കറിയാം. എന്തായാലും അവളുടെ ജീവിതം അവൾ തന്നെ തീരുമാനിക്കട്ടെ. ഇപ്പോൾ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അവൾ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് അതൊന്നും വേണ്ട, നമ്മളോട് ദേഷ്യമാണെങ്കിൽ അങ്ങനെ ആവട്ടെ, അവളുടെ ജീവിതം അവൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ, നമുക്കിപ്പോൾ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ കല്യാണിയെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.